നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തലച്ചോറില് ഒരു ആണി അടിച്ചു കയറ്റിയിട്ട് ഇസ്രായേൽ ഒരു ആണി അടിച്ചു കയറ്റിയിട്ട് 25 ദിവസം പൂർത്തിയാകും. ഒരു കാര്യമില്ലാതെ മര്യാദയ്ക്കിരുന്ന ട്രംപിനെ വിളിച്ചുണർത്തി നമുക്ക് ഇറാനെ അടിക്കാം, ഇറാനിലെ എണ്ണകൾ അടിച്ചു മാറ്റാം, അവരുടെ അധികാരം പിടിച്ചെടുക്കാം, ഇറാഖിനെ എങ്ങനെയാണോ ഇല്ലാതാക്കിയത് അതുപോലെ നമുക്ക് ഇല്ലാതാക്കാം. ഇറാഖിൽ രാസായുധങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചെങ്കിൽ ആറ്റം ബോംബിനെ കുറിച്ച് ഇറാനിൽ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ഒരു ഭീഷണിയാണ്. ഞങ്ങളുടെ ഈ കുതന്ത്രങ്ങളൊക്കെ തച്ചു പൊളിക്കാൻ ചിലപ്പോൾ ഇറാൻ വന്നേക്കും. അതുകൊണ്ട് ഇറാനെ ഒന്ന് ശരിയായി തരണം എന്ന നെതന്യാഹുവിന്റെ ആ അപേക്ഷ കൈക്കൊണ്ട് ഇസ്രായേലിനൊപ്പം ഇറാനെ ചൊറിയാൻ അടിക്കാൻ ഇറങ്ങിത്തിരിച്ചതാണ് ട്രംപ്. നെതന്യാഹുവിന്റെ വാക്കും കേട്ടുകൊണ്ട് ട്രംപ് ഇറങ്ങിത്തിരിക്കുമ്പോൾ 4 ദിവസം കൊണ്ട് അല്ലെങ്കിൽ പരമാവധി 7 ദിവസം കൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനമാക്കാന്നാ കരുതിയത്. വെനിസ്വേല കണ്ടില്ലേ കാണിച്ചു കൂട്ടിയത്. ഇറാഖിൽ അവർ ചെയ്തത് കൃത്യം ഒരു പരമാധികാര രാഷ്ട്രമായിരുന്ന ഇറാഖിൽ അവർ ചെയ്തത് നമ്മളെല്ലാം കണ്ടതാണ്. അവർക്ക് സാധിച്ചു. അത് ഭരണ നേതൃത്വത്തെ ഇല്ലാതാക്കി, ഭരണത്തെ അസ്ഥിരപ്പെടുത്തി ആ രാജ്യത്തെ അവരുടെ വരുതിക്ക് കൊണ്ടുവരുന്നത് കണ്ടു. അതേപോലെ തന്നെ ഇറാനിൽ കടന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനിലെ എണ്ണ, ഹോർമോസ് കടലെടുക്ക്, ലോക മൊത്ത രാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഹോർമോസ് കടലെടുക്ക് പിടിച്ചെടുക്കുന്നതിലൂടെയുള്ള ആ ലോകത്തെ മുഴുവൻ എണ്ണ വ്യാപാരവും തങ്ങളുടെ വരുതിയിലാക്കി കൊണ്ടുവരാം എന്ന അമേരിക്കയുടെ ഒരു വ്യാമോഹം, ഇതെല്ലാം കൂടെ കയറിയിട്ടാണ് ഇറാനിൽ അടിച്ചു തുടങ്ങിയത്. എന്നാൽ ഇറാനിൽ അടി തുടങ്ങിയപ്പോൾ ട്രംപിന് ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ അടിച്ചതുപോലെ അല്ല, കാര്യങ്ങളുടെ ഗതി എന്ന് പറയുന്നത് പിടിവിട്ട് പോവുകയാണ്. അതായത് തന്റെ അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള പദവി തന്നെ ഒരുപക്ഷെ താൻ തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇറാന്റെ ശക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിൽ അല്പം പിന്നോട്ടടിച്ചു നമ്മൾ എന്ന്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എപ്പോഴാണ് യുദ്ധം അവസാനിക്കുക ഒരു ഐഡിയ ഇല്ല. പരമാവധി ഒരാഴ്ച കൊണ്ട് ഇറാനെ തീർത്ത് യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ ആ ട്രംപും ബെഞ്ചമിൻ നെതന്യാഹു അടക്കം ആകെ അന്തം വിട്ട് നിൽക്കേണ്ടത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഒരു പിടിയില്ല. പലതവണ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പല മാർഗങ്ങളും പയറ്റി നോക്കി. അപ്പൊ അവസാനം കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞത് ഞങ്ങളിത് 5 ദിവസത്തേക്ക് വെടിനിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഇറാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ നിർത്തിക്കോ, പക്ഷെ ഞങ്ങൾ നിർത്തിയിട്ടില്ല, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നില്ല. ഞങ്ങളുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നിർത്തൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരണം, മേലിൽ ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. ഈ രണ്ടിലൊരു കാര്യം തീരുമാനമാകാതെ ഞങ്ങളിനി നിർത്തില്ല എന്ന് പറഞ്ഞതോടുകൂടി സംഗതി എങ്ങനെയെങ്കിലും തടിയുരണം എന്നൊരവസ്ഥയിലേക്കാണ് ട്രംപ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടന്നു എന്നൊക്കെ ലോകത്തോട് തട്ടിവിട്ടപ്പോഴും ഇറാൻ ശക്തമായി നിഷേധിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളുടെ മേൽ, അതായത് അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുടെ സമീപ രാജ്യങ്ങളുടെ മേലും, പ്രത്യേകിച്ച് ഇസ്രായേലില് തകർത്താടാണ്. ലിബോണയിൽ കഴിഞ്ഞ ദിവസം നശിപ്പിച്ച അതിന് ഏകദേശം ഒരു 10-13 കിലോമീറ്റർ മാറി ജനവാസ കേന്ദ്രം ഇന്നലെ തകർത്തു എന്ന് പറയുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ്. ഇറാനിലെ സാധാരണക്കാരെ കൊന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സിവിലിയൻ പ്രദേശത്ത് ബോംബ് വീഴുകയാണെന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ ആരാണോ സിവിലിയൻ പ്രദേശത്ത് ബോംബിട്ടത് അവിടെ സിവിലിയൻ പ്രദേശത്ത് ബോംബിടുന്നു. ഇറാന്റെ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ നേരെ ബോംബ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ അങ്ങോട്ട് വരുന്നു. അതായത് ഇങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത്, ഇറാന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ നേരെ ഇരട്ടി പവറിൽ എന്താണ് എന്ന് ഇസ്രായേൽ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരുന്ന ചെറിയ ചെറിയ ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും അല്ല. അന്ന് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ അയൺഡോമുകളും മറ്റു പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്ഷീണം പറ്റിയിരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് അടുത്തത് പോകുന്നത്. ഇപ്പൊ ചെല്ലുന്നതൊക്കെ ഡാൻസ് ചെയ്യുന്ന മിസൈലുകൾ, അല്ലെങ്കിൽ ഒരു തരത്തിലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ കാണാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് പോകുന്നത്. ഇന്ന് വരുന്നൊരു വാർത്ത അമേരിക്കയിലെ ഒരു എണ്ണ പ്ലാന്റില് ഒരു സ്ഫോടനം നടന്നു എന്നാണ് കുറച്ചു മുമ്പ് വരുന്നൊരു വാർത്ത. അത് ഇറാനാണ് അതിന്റെ പിന്നിലെന്ന് ഒരു ഭാഗം പറയുമ്പോൾ അമേരിക്ക പറയുന്നുണ്ട് ഇറാൻ അതിൽ യാതൊരു പങ്കും ഇല്ല എന്ന്. ഇറാന് അതിൽ യാതൊരു പങ്കും ഇല്ല എന്ന് ആദ്യം തന്നെ ചാടിക്കയറി പറയുമ്പോൾ ഇനി ഇറാൻ അതിലൊരു പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കണം. നമ്മളൊക്കെ പറയുമല്ലോ അച്ഛൻ പത്തായത്തിൽ ഇല്ല അല്ലെങ്കിൽ തട്ടുംപുറത്തും ഇല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പത്തായത്തിലും തട്ടുംപുറത്തും മാത്രം തപ്പിയാൽ മതില്ലോ എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടക്കുമ്പോൾ, ഒരു പ്രത്യാക്രമണം നടക്കുമ്പോൾ അത് ഇറാനല്ല എന്ന് മുൻകൂട്ടി പറയണമെന്നുണ്ടെങ്കിൽ ഇറാന്റെ കൈകൾ അതിന്റെ പിന്നിൽ ഉണ്ടാകും എന്ന് ലോകം സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റുമോ? വെടിനിർത്തലിന് വേണ്ടി ഇറാനുമായി ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല. ഇറാൻ അത് തള്ളിക്കളയാണ്, സ്പോട്ടിൽ തള്ളിക്കളയാണ്. അത് മാത്രമല്ല, അത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ തിരിച്ചടിയുടെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇറാൻ ഒന്നും സംഭവിക്കുന്നില്ല, ഇറാനിൽ ബോംബുകൾ വീഴുന്നില്ല എന്ന്. ഇറാനിൽ ബോംബ് വീഴുന്നുണ്ട്. ഇറാനെ അതിശക്തമായി ഇസ്രായേലും അമേരിക്കയും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വളരെ ശക്തമായ രീതിയിലുള്ള ബോംബ് വർഷങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളും തകർന്ന് തരിപ്പണമാവുന്നുണ്ട്. പക്ഷെ അതൊന്നും
ഇറാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നത് മാത്രമാണ്. അവിടെ ഉണ്ടാകുന്ന കാഷ്വാലിറ്റികൾ അതിനവർക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അത് നോക്കിക്കൊണ്ട് തങ്ങളുടെ പ്രദേശം തകരും എന്ന് നോക്കിക്കൊണ്ട് അതിനെ ഒരു പ്രതിരോധമാക്കിക്കൊണ്ട് തങ്ങൾ മിണ്ടാതിരിക്കുന്നില്ല. ഇങ്ങനെ വീഴുന്നതിന് തക്ക തിരിച്ചടി കൊടുത്തുകൊണ്ട് തങ്ങളുടെ ശക്തി, അതായത് അവരുടെ പരാക്രമങ്ങൾ നിർത്തി മേലിൽ ഇനി ഇറാനിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതുവരെ, അങ്ങനെ നിർത്തുന്നവരെ തങ്ങൾ യുദ്ധം തുടരും. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഉന്മൂലനം, അവരുടെ സർവനാശം, പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നാശം കണ്ടിട്ടേ തങ്ങൾ അടങ്ങൂ എന്ന നിലയിൽ ഈ ഇറാൻ ഈ രീതിയിൽ പെരുമാറുമ്പോൾ എങ്ങനെയാണ് ട്രംപ് ഭയക്കാതിരിക്കുന്നത്? ഏതെങ്കിലും നിലയിൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ അതിന് പറ്റിയ ദിവസമല്ലേ? യാതൊരു ഉപാധിയും വെക്കാതെ, ഒരു കണ്ടീഷനും വെക്കാതെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്, ഞങ്ങളിതേ നിങ്ങളെ പ്ലാന്റുകളിലേക്കോ മറ്റ് സംവിധാനങ്ങളിലേക്കൊന്നും ബോംബിന് ഇടില്ല, യാതൊന്നും ചെയ്യില്ല, ഞങ്ങൾ നിർത്തി, ഒരു 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, വെടി നിർത്തിയിരിക്കുന്നു എന്ന് അമേരിക്ക പറയുമ്പോൾ ആ 5 ദിവസം ഇറാനും ഒന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ യുദ്ധത്തോടെ അവസാനിക്കില്ലേ? പക്ഷെ ഇറാന്റെ നിലപാട് അതല്ല. അങ്ങനെ ഒരു താൽക്കാലികമായി വെടിനിർത്തലിന് നമ്മളില്ല, ആ ഒരു പരിപാടിയും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത്. മാത്രമല്ല ഭീകരമായ രീതിയിൽ തിരിച്ചടി, അതായത് ഇങ്ങോട്ട് വരുന്നതിന് തിരിച്ചു കൊടുക്കാതെ നിർത്തില്ല എന്ന രീതിയിൽ ഇസ്രായേലിനെ ഇഞ്ചപരുവമാക്കാൻ വീണ്ടും നിൽക്കുകയാണ്. ട്രംപിന്റെ വാക്കുകൾ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നത് പറ്റാവുന്നതല്ല എന്ന് ഇറാൻ അറിയാം. മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ അറിയാം. തൊട്ട് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ഇതേ ട്രംപ് പറഞ്ഞത് പവർ പ്ലാന്റുകൾ മുഴുവൻ, ഇറാനിലെ പവർ പ്ലാന്റുകൾ മുഴുവൻ ഞങ്ങളിത് തകർക്കാൻ പോകുന്നു, ബോംബിട്ട് തകർക്കാൻ പോകണമെന്നാണ്. അപ്പൊ ഇറാൻ പറഞ്ഞത് ആയിക്കോട്ടെ, നിങ്ങൾ തകർത്തോളൂ, അങ്ങനെ തകർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് എന്നേക്കുമായി ഞങ്ങൾ അടയ്ക്കും. അതായത് ഞങ്ങളുടെ ആ പ്ലാന്റുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്നത് വരെ ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് പൂട്ടി അങ്ങോട്ടിടും. അത് മാത്രമല്ല, സമീപ രാജ്യങ്ങൾ, നിങ്ങൾ സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള നിങ്ങളുടെ സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അവിടെയും ഇതുപോലെ പ്ലാന്റുകളുണ്ട്. ആ പ്ലാന്റുകൾ ഒന്നും പിന്നെ കാണില്ല. ഇറാന്റെ ഒരു സ്വഭാവം ഇപ്പോൾ ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അതായത് വെറും വാക്ക് പറയുന്ന ആളല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തള്ളിവിടലുണ്ട്, വെറും വാക്കുണ്ട്, ഭീഷണിയുണ്ട്, അതുപോലെ നുണ പറയലുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് അതില്ല. ഇറാൻ പറയുന്നു, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. അതായത് ഏതെങ്കിലും വിധത്തിൽ ഇറാന്റെ പവർ പ്ലാന്റുകളെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്കയും അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങളും ഇസ്രായേലും അടങ്ങുന്ന ഒരു സ്ഥലത്തും പിന്നെ അത്തരത്തിലൊരു പ്ലാന്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലാന്റുകൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ചൊറിയുന്നത് തീക്കൊള്ളി കൊണ്ടാണ്, അത് ആലോചിച്ച് ചൊറിയണം എന്ന ഇറാന്റെ താക്കീതിന് ട്രംപ് മുട്ടുമടക്കി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്ന്, വളരെ പെട്ടെന്ന് 5 ദിവസത്തെ വെടിനിർത്തൽ എന്ന വാദവും കൊണ്ടുവന്നത്. ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പകരത്തിന് പകരമാണ്. അങ്ങോട്ട് ആദ്യം ഒരടിയും ഇതുവരെ ഈ യുദ്ധം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊന്ന് വന്നാൽ അതിന് തിരിച്ചങ്ങോട്ട്. ഇന്നലെ ജെറുസലേമിൽ ഉഗ്രസ്ഫോടനം നടന്നു എന്ന് വാർത്ത വരുന്നുണ്ട്, മറ്റു പലയിടങ്ങളിലും വാർത്ത വരുന്നുണ്ട്. ജെറുസലേം എന്നല്ലേ പൊടിയാക്കി കളഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഉഗ്രസ്ഫോടനം നടന്നതായും ചില നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇസ്രായേല് ഇറാന്റെ ഏതെങ്കിലും മേഖലയിലേക്ക് കടന്നു കയറി അവരുടെ ജനവാസ മേഖലയിലേക്കോ ചില പ്രത്യേക മേഖലയിലേക്കോ പുതുതായി ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനും ചെയ്യുന്നത് ഇസ്രായേലിൽ ഇതുവരെ അടിക്കാത്ത പുതിയ മേഖലകളിലേക്ക് കയറി അടിക്കുക എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക്, ഒരു നിലയ്ക്കും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ഈ ഗൾഫ് യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധം മാറിയിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ഒന്നുകിൽ ഇറാൻ പറഞ്ഞതുപോലെ ഇറാന്റെ പരമാധികാരത്തിലേക്ക് സ്വതന്ത്രമാക്കി വിട്ടുകൊണ്ട് ഇറാൻ ചോദിച്ച നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് തങ്ങളുടെ പാടെ വിധിയെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ലേലുല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും പിന്മാറി ഇങ്ങോട്ട് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന് ഇല്ലാതാകാൻ വേണ്ടി സർവനാശത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ട്രംപ് അങ്ങോട്ട് പിന്മാറുക. ഈ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. ഇനി ഒരുപക്ഷെ ഇത് രണ്ടിനും അവർ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ എന്ന രാജ്യം ഈ ഭൂപടത്തിൽ തന്നെ ഇല്ലാതാക്കുക. ഈ 3 ഓപ്ഷൻ അല്ലാതെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ മുന്നിൽ ഇനിയൊരു വഴിയില്ല എന്നുള്ളതാണ് വസ്തുത. Different angles. Don't forget to subscribe and support this channel.